ശ്രീ ടി പി അഷ്റഫ് അലി, ഇവിടെ ഇപ്പോൾ ഇന്ന് സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും മാധ്യമങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ യോഗത്തിന് ശേഷം ഉള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ സമാന മനസ്കരുമായി യോജിച്ചുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇടതുപക്ഷവുമായി ചേർന്ന ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നതിനോട് അക്കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നതുകൂടി പറയുകയാണ്. സംസ്ഥാനത്ത് പ്രമുഖ പാർട്ടികൾക്ക്, മുന്നണികൾക്ക് സമാനമായ രീതിയിലുള്ള നിലപാടുള്ള വിഷയത്തിൽ യോജിച്ച ഒരു പ്രക്ഷോഭം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തിൻ്റെ യശസ്സിനെ ലോകത്തിന് മുന്നിൽ തകർത്തു കളയുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ CAA ചട്ടം കൂടി പുറത്തു വന്നതോടെ ഉണ്ടായിട്ടുള്ളത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള ലോക സംഘടനകൾ ഇതിനെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാജ്യത്ത് മതത്തിൻ്റെ വേർതിരിവില്ലാതെ മുഴുവൻ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വിഘാതമായി നിൽക്കുന്ന ഏതൊരു കക്ഷിക്കെതിരെയും, ഏതൊരു മുന്നണിക്കെതിരെയും, ഏതൊരു ഭരണകൂടത്തിനെതിരെയും അതിശക്തമായി യോജിച്ച പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം. അതിന് മതേതര വിശ്വാസികൾ, ഈ രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും അറിയുന്നവർ, ഈ രാജ്യത്ത് സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്നിക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം. മുസ്ലിം ലീഗ് ആ നിലപാട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ഒന്നിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒന്നിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാവേണ്ടത് ആ ഒന്നിക്കുന്നതിനാവശ്യമായിട്ടുള്ള വളരെ കൃത്യമായ നയനിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ അതിശക്തമായി ഈ വിഷയത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്നു എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവനകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇതിലെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അത് ജനിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 2019 മുതലുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ഏകദേശം 850ഓളം വരുന്ന കേസുകൾ കേരള ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിൽ ആകെ 65 കേസുകൾ മാത്രമാണ് സർക്കാർ പിൻവലിച്ചിട്ടുള്ളൂ. കേസെടുക്കില്ല, അല്ലെങ്കിൽ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. അതിൽ വേണ്ടത്ര പോലീസ് റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ശ്രീ അഷ്റഫ് അലി, അത്രയധികം കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 124 കേസുകൾ പിൻവലിച്ചു എന്നതും കണക്കാണ്. 7294 എന്ന് പറയുന്നത് കേസിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണമാണ്. കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 900-ത്തിനടുത്താണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അതല്ല ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങളുടെ ചോദ്യത്തിനോടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ഈ രാജ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ഈ ഇന്ത്യ എന്ന് പറയുന്നത് സെമിറ്റിക് മതങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള, വിവിധങ്ങളായ മനുഷ്യർ ഇവിടേക്ക് അഭയാർത്ഥികളായി വന്നപ്പോൾ അവരെ ഉൾക്കൊണ്ടിട്ടുള്ള, അവർക്കൊക്കെയും ഇടം നൽകിയിട്ടുള്ള വളരെ വിശാലമായ ഒരു ജനാധിപത്യവും സെക്യുലറിസവും ഇൻക്ലൂസീവ്നെസ്സും എല്ലാം കാണിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത്. അത് ഇന്നത്തെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ BJPയുടെ ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. അവർക്ക് തെരഞ്ഞെടുപ്പ് ആണ് അവരുടെ അജണ്ട, അധികാര രാഷ്ട്രീയമാണ് അവരുടെ അജണ്ട. അതിനുവേണ്ടിയുള്ള ഓരോരോ തീരുമാനങ്ങൾ അത് ഈ രാജ്യത്തെ ജനങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായി, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴെന്താണ് ഈ അടിയന്തരമായി ഈ ഒരു CAA ചട്ടം വരാനുള്ള കാരണം? ഇന്നലെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അതിശക്തമായ ഒരു നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ SBIയോട് ഇന്നേക്ക് അതിന്റെ മുഴുവൻ രേഖകളും നൽകണമെന്നുള്ള ശക്തമായ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം നൽകിയാൽ അത് 15-ാം തീയതി ആകുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി രാജ്യത്ത് പുറത്തേക്ക് അറിയാൻ വേണ്ടി പോവുകയാണ്. എന്ന് വെച്ചാൽ BJPയുടെ അഴിമതിയുടെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഇതിന്റെ നഗ്നത എത്രത്തോളം ജനങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത് ഒരിക്കലും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവരുത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയായി കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയതായിട്ടുള്ള BJP വിരുദ്ധ വികാരമുണ്ടാകും. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും മറ്റു മതേതര കക്ഷികളും സഖ്യത്തിലേർപ്പെട്ടു. അവിടേക്ക് വലിയ മൂവ്മെന്റുകൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ രാജ്യത്തുള്ള സാഹചര്യം BJPക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഏറ്റവും അനിവാര്യമായും ഡിവൈഡ് ചെയ്യുന്ന നിയമങ്ങൾക്കും നയങ്ങൾക്കും മാത്രമേ തങ്ങളുടെ അധികാരം നിലനിർത്താൻ സാധിക്കുള്ളൂ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. 4 വർഷം കഴിഞ്ഞല്ലോ. ഇതുവരെ 4 ദിവസം കൊണ്ടുണ്ടാക്കിയ ബില്ലിന് 4 വർഷം എടുത്തു ചട്ടങ്ങൾ രൂപീകരിക്കാൻ. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്തിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ നീക്കം മാത്രമാണ്. കാരണം അവർക്ക് ഇതുകൊണ്ടൊരു ഗുണമുണ്ടാകുമെന്ന് കാണുമ്പോൾ മാത്രമാണ് ഈ ഒരു നിയമവുമായി വരുന്നത്. ഞങ്ങളുടെ ഇതിലുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഇന്ത്യക്ക് ചുറ്റുമുള്ള വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം ജനങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടോ
ആ ജനങ്ങൾക്ക് മുഴുവനും ഇവിടെ പൗരത്വം കൊടുക്കാനുള്ള വിശാലമായ താല്പര്യം ഈ രാജ്യം കാണിക്കണം. മുൻപ് ഈ രാജ്യം അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് ചില കേന്ദ്രങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുകയും 3 രാഷ്ട്രങ്ങളിലേക്കും അവിടെ നിന്നുള്ള 6 വിഭാഗങ്ങളിലേക്കും മാത്രമായി പരിമിതപ്പെടുത്തി ഈ രാജ്യത്തിൽ നിന്ന് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധിയായ ആളുകളെ പുറന്തള്ളാനുള്ള വലിയതായുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. ചൈനയിൽ, മ്യാൻമറിൽ, അതുപോലെ തന്നെ നേപ്പാൾ, മറ്റു പല പ്രദേശങ്ങളിലും ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളുണ്ട്. അവരെ കൂടി ഇത് ഉൾക്കൊള്ളിക്കണം. വിശിഷ്ട മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്ന ആളുകളാണ്. മ്യാൻമറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്ന, അവരൊക്കെ ഭരണകൂടത്തിന്റെ പീഡനം അനുഭവിക്കുന്നവരാണ്. അവർക്കും കൂടി പൗരത്വത്തിന് ഇവിടെ അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട്. ആ അർഹത അംഗീകരിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് CAA ബില്ലിനെ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയുടെ കഴിഞ്ഞകാല പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ലോകത്ത് എവിടെയെല്ലാമുള്ള മനുഷ്യർ പീഡനം അനുഭവിക്കുന്നുണ്ടോ അവർക്കൊക്കെയും അഭയകേന്ദ്രമാകുന്ന വിധത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലൂടെ ഇത് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എങ്കിൽ ഇത് ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള ചേരിതിരിവിന് കാരണമാകും. തീർച്ചയായും ശ്രീ ഉല്ലാസ് ബാബു,